ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടോപ്പിക്ക്, ഇന്നത്തെ എൻ്റെ ഒരു സംസാര വിഷയമാണ്. നിങ്ങൾ പറയാറുണ്ടോ, എനിക്കൊരു യോഗമില്ല, എനിക്കൊരു ഭാഗ്യമില്ല കേട്ടോ, എനിക്ക് ഒന്നിനെക്കുറിച്ചൊരു യോഗമില്ല, പക്ഷെ എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവണില്ല, ഇതൊരു കഷ്ടമാണല്ലേ, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കില്ല, എൻ്റെ തലയിലെഴുത്താണ്. നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ? സംസാരിക്കാത്ത ആൾക്കാരില്ലല്ലേ? ഞാൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. എന്തെന്നാ, എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവണില്ല, ഒരു കാര്യമില്ലട്ടെ ചെയ്തിട്ട്, ഒരു യോഗമില്ല ഒന്നിലും. ഒരു എക്സാം എഴുതാൻ പോയാലും എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടില്ലടോ, ഞാനത് വെറുതെ എഴുതിയതാണ്. പിന്നെ എന്ത് ചെയ്യും, വീട്ടുകാരെ ബോധിപ്പിക്കാൻ പോയി എഴുതിയതാണ്, കിട്ടിയൊന്നുമില്ല. നമുക്കൊന്നും ഭാഗ്യമില്ലടോ, നമുക്ക് പുറത്തോട്ടൊന്നും പോകുമ്പോൾ ഒരു ഭാഗ്യമില്ല, നമുക്കൊരു യോഗമില്ലടോ. അങ്ങനെ ഭാഗ്യം വേണം. അവരെ കണ്ട, അവനൊക്കെ എന്ത് ഭാഗ്യമാണ്. അവനൊക്കെ ഒന്ന് എഴുതിയപ്പോൾ തന്നെ അവനൊക്കെ ജോലി ആദ്യം, അവനൊക്കെ UK പോയി. സമ്മതിക്കണം. അവന് ഏത് ഏജൻസിയാണല്ലോ, എത്ര നാളായാലും നമ്മളൊക്കെ നടക്കണല്ലേ, ഒന്നും എത്തണില്ല. ഇങ്ങനെ പറയുന്നവരാണോ? എല്ലാവരും പറയുമല്ലേ, നമുക്ക് ഒന്നിന് ഭാഗ്യമില്ല, ഒന്നിന് യോഗമില്ലെന്ന്, ഒരു കാര്യം ശരിയാവണില്ലെന്ന്, എന്ത് ചെയ്തിട്ടും രക്ഷയില്ലെന്ന്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട വാക്കുകളാണിതെല്ലാം. ഭാഗ്യമില്ല, യോഗമില്ല, എന്ത് ചെയ്തിട്ടും ശരിയാവണില്ല, ഒരു രക്ഷയുമില്ല. എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട്? ഡെഫിനറ്റായിട്ടും നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് മാറ്റേണ്ട വേർഡ്സാണ് അതൊക്കെ, നെഗറ്റീവ് വേർഡ്സാണ് അതെല്ലാം. ഭാഗ്യമില്ലാത്തവരായ ആരുമില്ല, യോഗമില്ലാത്തവരായിട്ട് ആരുമില്ല. ഈ ഭാഗ്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ പഠിച്ച് ഒരു നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പറയണത്? ഈ പഠിച്ചത് വെറുതെ ആണോ? എത്ര പേർ പഠിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു, അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? അവരാ പഠിച്ച ആ ലെവലിലെത്തിയില്ലേ, പിന്നെ ഒരു ജോലി കിട്ടണം. നമ്മളെ ദൈവം പരീക്ഷിക്കും. എല്ലാവർക്കും എല്ലാ ഭാഗ്യം കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് കൊടുക്കൂല. അതൊക്കെ ഒരു എന്താ പറയുക, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റാണത്. അവർ വിശ്വസിക്കുന്ന, അവർ വിചാരിക്കുന്ന തലത്തിലേക്ക് എത്തണം എന്ന് ഒരാൾ ചിന്തിച്ചാൽ ആ തലത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഒരാൾ നീ UK പോയില്ല, എൻ്റെ ഫ്രണ്ട് UK പോയി, ഞാനും അവനെ ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ട് അവൻ കയറി, ഞാൻ കയറിയില്ല, അങ്ങനെ പറയുന്നില്ലേ? കൂട്ടുകാരൻ്റെ ഒരേ ഒരു മൈൻഡ് സെറ്റായിരിക്കും, എനിക്ക് UK പോകണം. അവൻ ആഗ്രഹിച്ചത് മുതൽ ആ മൈൻഡ് സെറ്റായിരിക്കും, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഞാൻ പഠിക്കും, ഇന്ന സ്ഥലത്ത് പോകണം. വേണ്ട, അവ കുറച്ച് ദിവസങ്ങളായിരിക്കും, ഒരു മാസങ്ങളായിരിക്കും. പിന്നെ ഇതിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്ന സമയം മുതൽ അവൻ്റെ മുന്നിലെ ഒരേ ഒരു തോട്ട്സ് ആൻഡ് തിങ്കിങ്, എനിക്ക് UK പോകണം, ഞാൻ അവിടെ എത്തിയിരിക്കും, എനിക്ക് ITC ഞാൻ പാസ്സായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. അതൊക്കെ ഒരു മൈൻഡ് പവറാണ്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് നമ്മളല്ല എത്തിക്കുന്നത്, നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നതാണ് നമ്മളിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. ചുമ്മാ ഇട്ടേക്കാന്നേ, നമ്മളെന്താ ചെയ്യുക? നമ്മളെന്താ, ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ആൾക്കാർ എന്താ ചെയ്യുന്നത് അറിയും? എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടണം, അവിടെ ഇവിടെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തേക്കാം, കിട്ടുമായിരിക്കും. ഞാൻ എന്തായാലും MTech പഠിച്ചാലേ എവിടെയെങ്കിലുമൊക്കെ സിവിലിൽ കയറാൻ പറ്റുമായിരിക്കും. അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പഠിച്ച ജോലിക്ക് അതിൻ്റെതായ പർപ്പസിലുള്ള ജോലി എനിക്ക് കിട്ടണം. ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെടുമായിരിക്കും ആ ജോലിയിലേക്ക് എത്താൻ. പക്ഷേ ഇല്ലേ, നമ്മുടെ മൈൻഡ് ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് ബാക്കിലേക്ക് വലിക്കരുത്. ഞാൻ എത്തിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തിപ്പെടുന്നത് വരെ നമ്മളുടെ മൈൻഡ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യണം. രാപ്പകൽ ചിന്തിക്കണം. പരാജയങ്ങൾ വരും, റിജക്ഷൻ വരും, സ്കോർ കിട്ടില്ല, ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഉയരില്ല, ബിസിനസ്സിൽ നിന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ്സിൽ നിന്ന് തകർച്ചയായിരിക്കും വരുന്നത്. അവിടെ വെച്ച് പരാജയപ്പെട്ട് ഇടിഞ്ഞു പോകരുത്. കാരണം നമ്മുടെ കാൽക്കുലേഷൻസ് എപ്പോഴും ശരിയാവണമെന്നില്ല. ആ കാൽക്കുലേഷൻ ഇടയ്ക്ക് തെറ്റിപ്പോകാം. ആ തെറ്റിപ്പോകും എന്ന് നമ്മളുടെ മൈൻഡിൽ ഒരിക്കലും വെക്കരുത്. എൻ്റെ ബിസിനസ് പരാജയപ്പെടും, ഇതൊക്കെ വിറ്റ് പോകൂ, എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവൂ. അങ്ങനെ ഒരു സംശയിച്ച് നമ്മൾ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ ആ സംശയമായിരിക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ. വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്ത പരാജയപ്പെടുന്നതിനേക്കാൾ ആയിരിക്കും. നാം പരാജയപ്പെടുന്നതിലേക്ക് ചിന്തിക്കരുത്.
വിജയിക്കും വിജയിക്കും. അഥവാ നമ്മൾ ഇത്രയും മൈൻഡ് ഫോക്കസ് ആയിട്ട് അവിടെ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചാൽ വിചാരിച്ചു ഇതിനേലും വലുത് ദൈവം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇതിനേലും വലുതായിരിക്കും നിനക്ക് വെച്ചേക്കണത്. കാരണം അവിടെ ചെന്ന് ചിലപ്പോൾ നിനക്ക് കഷ്ടപ്പാടായിരിക്കും. അപ്പോൾ ഇതിനേലും വലിയത് ദൈവം എനിക്കായിട്ട് കരുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല. എൻ്റെ ദൈവം എനിക്കായിട്ട്, എൻ്റെ ഉള്ളിൽ ആ ശക്തി എനിക്കായിട്ട് ഒരു നല്ല ഒരു കാര്യം എനിക്ക് വേണ്ടി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ പരിപൂർണമായിട്ടും വിശ്വസിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മൾ അപേക്ഷകളൊക്കെ എഴുതാറില്ലേ, അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും എനിക്ക് ഇന്ന കാര്യം നടന്ന് കിട്ടണം എന്നും പറഞ്ഞ് നമ്മളൊരു ചെറിയൊരു അപേക്ഷയൊക്കെ നമ്മൾ ആ പെട്ടിക്കകത്ത് എഴുതിയിടും. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു നേർച്ച ചേരുക, അല്ലെങ്കിൽ വഴിപാട് നടത്തുക, ഇതിലൊക്കെ നമ്മളിങ്ങനെ ഓരോ അപേക്ഷകൾ എഴുതിയിടും. ഈ അപേക്ഷയിൽ എന്താണ്, എനിക്ക് IELTS കിട്ടണം, എനിക്ക് ഇത്ര സ്കോർ കിട്ടിയാൽ ഞാൻ ഇന്നത് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇന്ന വഴിപാട് നടത്തിയേക്കാം, നമ്മൾ എഴുതിയൊരു പേപ്പർ വെക്കൂലേ. നമ്മുടെ കൈകളിൽ നമ്മളത് വെക്കാറുണ്ടോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അങ്ങനെ ഒരു എഴുത്ത് എഴുതി വെക്കണം. ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഞാൻ എന്താകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് വ്യക്തമായിട്ട് നമ്മൾ എഴുതി ഒട്ടിച്ചു വെക്കി കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്തു വെക്കുക. അത് നമ്മളെന്നും നമ്മൾ അത് വായിക്കുക. ഇത് നമ്മുടെ മൈൻഡ് അലേർട്ടായി പോകുന്നു, പല സ്ഥലങ്ങളിലേക്ക് മൈൻഡ് കൺവേർട്ടായി പോവുകയാണ്. നമുക്ക് ഒരു ഇതില്ല, സ്ഥിരതയില്ല. നമ്മൾ പല പല കാര്യങ്ങൾ നോക്കി ചിന്തിച്ച് ഈ ഒരു ഫോക്കസിലേക്ക് മാറിപ്പോവും. നമ്മൾ ആ ഒരു ഫോക്കസിലേക്ക് എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇത് കാണണം. എൻ്റെ ഇതാണ്, എൻ്റെ ഇതാണ്. നമ്മളത് എപ്പോഴും ചിന്തിക്കുക. ഞാൻ എൻ്റെ പേഴ്സ് തുറന്ന് ഒരു കടയിൽ പോയി പേഴ്സ് തുറക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ എന്താ ഈ പേപ്പർ, ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ഫോക്കസ് ഇതാണ്, എനിക്കിതിലേക്ക് എത്തിപ്പെടണം. ആ ഒരു ഫോക്കസ്, ആ ഒരു ഇത് നമ്മൾ എപ്പോഴൊക്കെ കാണുന്നോ നമ്മൾ അതിനുവേണ്ടി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് യൂറോപ്പിൽ പോകണം, എനിക്ക് യൂറോപ്പിൽ പോകാൻ സാധിച്ചതിന് എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അവന് സാധിച്ചിട്ടില്ലല്ലോ, സാധിച്ചാൽ മാത്രമേ നന്ദി പറയുള്ളൂ. നമ്മളെല്ലാത്തിനും നന്ദി പറയാറുണ്ടോ? നമ്മൾ ജനിച്ച മുതൽ, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെയുള്ള കാര്യത്തിന്, ഏതെല്ലാം കാര്യത്തിന് നമ്മൾ നന്ദി പറയാറുണ്ട്? എൻ്റെ ദൈവമേ എനിക്ക് തന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ പറയാറുണ്ടല്ലേ, നന്ദി, എല്ലാത്തിനും നന്ദി പറയുന്നു. ഈ എല്ലാത്തിനും എല്ലാം ഉൾപ്പെടും. നമ്മൾ ഓർക്കാറുണ്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും? പരാജയപ്പെട്ടതൊക്കെ നമ്മൾ ഓർക്കും അല്ലേ കൂടുതൽ, അല്ലേ? നമ്മൾ പരാജയം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമ്മൾ ഓർക്കും. ഞാൻ അന്ന് അവിടെ തോറ്റുപോയി, പരീക്ഷയ്ക്ക് തോറ്റുപോയല്ലോ, എന്നാൽ അവൻ എന്നെ എന്തൊക്കെ പറഞ്ഞ്, എൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നൊക്കെ ഇതൊക്കെ പറഞ്ഞെന്നെ, അതൊക്കെ നമ്മൾ ഓർക്കും അല്ലേ? അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ എന്തെല്ലാം ഇതൊക്കെ അപവാദം പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ട്. നമുക്കുണ്ടായ ഉപദ്രവങ്ങളും നമുക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളും പരാധീനകളും പരാജയങ്ങളും തോൽവികളെല്ലാം നമ്മൾ ഓർക്കും അല്ലേ? അന്ന് നമ്മുടെ പാസ്റ്റിലെ നന്മകൾ നമ്മൾ ഓർക്കാറുണ്ട്. ദൈവൻ്റെ ചേട്ടൻ എന്നോട്, എൻ്റെ ഭർത്താവ് എന്നെ എന്തോരം സ്നേഹിച്ചിട്ടുണ്ട്, എനിക്ക് അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അന്നൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു കരുതരുത്. ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കണത് അല്ലേ? പക്ഷെ എൻ്റെ പപ്പിച്ചി എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ അപ്പ എനിക്ക് ചെയ്തു തന്നേക്കുന്നത്. എന്തെല്ലാം കാര്യം എനിക്ക് വേണ്ടി, എനിക്ക് സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പപ്പ എന്തോരം ഓടിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്, എന്തോരം പൈസ സമ്പാദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ജനിച്ച് എന്നെ ഇവിടം വരെ വളർത്താൻ എൻ്റെ മാതാപിതാക്കൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവം ഞാൻ അതിനൊക്കെ നന്ദി പറയുന്നു. നമ്മൾ ചിന്തിക്കാറുണ്ട് അങ്ങനെ? നമുക്ക് കുറേ ദുഃഖങ്ങൾ ഉണ്ടാകാം, ഇഷ്ടംപോലെ ദുഃഖങ്ങൾ, പക്ഷേ കുറേ സന്തോഷത്തിനേക്കാൾ കൂടുതൽ ദുഃഖങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു നല്ല ഭക്ഷണം ഉണ്ടായിട്ടുണ്ടാവില്ല, നല്ല ഡ്രസ്സ് ഉണ്ടായിട്ടില്ല, നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല, നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ മാതാപിതാക്കൾക്ക്. ശരിയാണ്. പക്ഷേ അതിലൊക്കെ കുറേ നന്മകളുണ്ട്, അതിലൊക്കെ കുറേ സന്തോഷങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമുക്കതിലുണ്ട്. ആ സന്തോഷങ്ങൾ നമ്മൾ ഓർത്തെടുത്തിട്ട്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഭക്ഷണം തന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് തന്നില്ല, നമ്മൾ പഠിപ്പിച്ചില്ല, ഓക്കെ, പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് കുറേ അധ്വാനിച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അല്ലേ? നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർ നമുക്ക് വേണ്ടി കുറേ അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനം കുറേ അധ്വാനിക്കും, പക്ഷെ കിട്ടുന്ന ഇൻകം വളരെ ചെറുതാണ്. ആ കുറഞ്ഞ ഇൻകത്തിൽ നമ്മളൊരു മക്കളല്ലല്ലോ, കുറേ പിള്ളേരുണ്ടാവും അന്നൊക്കെ പണ്ടത്തെ അല്ലേ?
5ഉം 6ഉം 3ഉം 4ഉം പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ പിള്ളേർക്കും എത്തുമ്പോൾ കുറഞ്ഞ് ഉണ്ടാവാതിരിക്കാം, ഡ്രസ്സ് ഉണ്ടാവാതിരിക്കാം, ഭക്ഷണം ഉണ്ടാവാതിരിക്കാം. പക്ഷേ അവരനുഭവിച്ച ആ ഒരു വേദനയില്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ ഒരു വേദന ഉണ്ടല്ലോ, ആ വേദനയിലൂടെയല്ല അവർ വളർത്തുന്നത്. ആ വേദന ചിലപ്പോൾ പ്രതിഫലിക്കുന്ന ദേഷ്യത്തോടെ ആയിരിക്കും. ഇത് എടുത്ത് കഴിച്ച് വേണമെങ്കിൽ തിന്നണ്ട, നീയൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെന്തോരം വേദനിക്കുന്നുണ്ടോ. ഇപ്പോൾ നമ്മളൊക്കെ ഒരു അമ്മയും ഒരു അപ്പനൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു വേദന വിഷമം മനസ്സിലാവുള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ എന്തോരം നമ്മളെ സഹിച്ചിട്ടുണ്ട്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മാതാപിതാക്കളുള്ളപ്പോൾ നമുക്ക് അവരുടെ വില അറിയില്ല. അവർ നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ അപ്പച്ചൻ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ പപ്പ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തോരം ത്യാഗം സഹിച്ചിട്ടുണ്ട് ഒക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ അല്ലേ. ഇതെല്ലാം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചിന്തിക്കുന്നത്? പണ്ട് മുതലേ എനിക്ക് ഭാഗ്യമില്ല എൻ്റെ പൊന്നെ, എനിക്കൊരു നല്ല ഉടുപ്പിടാൻ യോഗമില്ല, നല്ല പഠിക്കാൻ യോഗമില്ല എന്ന് പറയാം. എനിക്കൊരു ഭാഗ്യമില്ല. പണ്ട് മുതലേ ചൊല്ലിപ്പാടി പറയണേ ഭാഗ്യമില്ല, യോഗമില്ല, ഒന്നുമില്ലെന്ന്. അതങ്ങോട്ട് മാറ്റുക നമ്മുടെ ലൈഫിൽ നിന്ന്. ആ പണ്ട് മുതൽ പാടുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് അത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എൻ്റെ തലയിൽ വന്ന ഒരു കല്ല് വീണാലും ആ കല്ല് വീണ് തല പൊട്ടി, വലിയ കമ്പിപ്പാര വീണ് തല പുളർന്നു പോയില്ലല്ലോ എന്ന് വിചാരിച്ച് നന്ദി പറയണം ദൈവത്തിനോട്. ഒരു ചെറിയ കല്ല് വീണുള്ളൂ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ദൈവത്തിന് നന്ദി. കണ്ണീ കൊള്ളേണ്ടത് പുരകത്ത് കൊണ്ടുപോയി എന്ന് വിചാരിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ ദൈവമേ, നീ എനിക്ക് തന്ന എല്ലാ നന്മകൾക്കും എന്നെ ഇത്ര സംരക്ഷിച്ചു. ഞാൻ എവിടേക്ക് പോകുന്നു, എൻ്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും, ഞാൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ സൈക്കിളിന് പോകുന്നു, ഞാൻ നടന്നു പോകുമ്പോൾ പോലും എന്നെ കാത്ത് സംരക്ഷിച്ച്, ഒരു കുഞ്ഞിനെ പോലെ സംരക്ഷിച്ച് എന്നെ കൊണ്ടു നടക്കുന്ന എൻ്റെ ദൈവമേ, ഞാൻ നന്ദി പറയണേണ് അങ്ങേക്ക്. ഈ ഒരു പോസിറ്റീവ് എനർജി, ഈ ഒരു ശക്തിക്ക്, ഈ പ്രപഞ്ച ശക്തിക്ക് ഞാൻ നന്ദി പറയണേണ്. നന്ദികൾ കൊണ്ട് തന്നെ നമ്മുടെ സ്തുതികൾ ഉയരുമ്പോൾ ദൈവത്തിന്, ഈ ശക്തിക്ക് എങ്ങനെ നമ്മൾ നോക്കാതിരിക്കാൻ സാധിക്കും? നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്ക് തന്ന എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും പിന്നെ വരാൻ പോകുന്ന നല്ല ഫ്യൂച്ചറിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ UK പോയതിന് ഞാൻ നന്ദി പറയുന്നു. UK പോയിട്ടില്ല, സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ആഗ്രഹം ഞാൻ UK പോകും, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ കാനഡയിൽ പോകും, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ IELTS എടുക്കും, ഞാൻ IPS എഴുതും, ഞാൻ IAS എഴുതും, ഞാൻ ഡോക്ടറാകും. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആ ആഗ്രഹത്തിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദികൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ദൈവത്തിന്. അപ്പോൾ ആ ശക്തനായ ദൈവം നമുക്ക് തരാതിരിക്കില്ല. കാരണം നമ്മൾ മുൻകൂറായിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശക്തിനെ നമ്മളെന്നും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി, ആ വൈബ്രേഷനെ നമ്മളെപ്പോഴും നമ്മിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവം എനിക്ക് ചുറ്റുമുണ്ട്, എനിക്കെല്ലാം തന്നിരിക്കുന്നു. ഇപ്പുറത്ത് ചിലപ്പോൾ തെറി പറയണായിരിക്കും. നമ്മൾ ചിലപ്പോൾ കെട്ടിയന്മാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്തിനുള്ള ഇവളെയൊക്കെ എന്തിനാ വളർത്തിയിട്ട്, ഒരു ഗുണമില്ല, നാടിനും ഗുണമില്ല, വീട്ടുകാർക്കും ഗുണമില്ല, കെട്ടിക്കേറി വന്നിട്ട് അവനും സമാധാനമില്ല, അല്ലെങ്കിൽ അവൾക്ക് സമാധാനമില്ല. ഇതിങ്ങനെ പറയുന്ന വീട്ടുകാരും കുടുംബക്കാരൊക്കെ നാട്ടിൽ മുഴുവനും നമ്മുടെ തിരക്ക് ചുറ്റുണ്ടാവും. മൈൻഡ് ചെയ്യരുത്. അവിടെ കിടന്ന് പാടിക്കോട്ടെ എന്നങ്ങ് ചിന്തിക്കാം. എത്ര നാൾ കിടന്ന് പാടും അവരൊക്കെ? അയൽവക്കക്കാർ എത്ര നാൾ കിടന്ന് നമ്മളെപ്പറ്റി കുറ്റം പറയും? ഇതൊന്നും ഏക്കാൻ നിൽക്കണ്ട. നമ്മളെ ഈ ഭൂമിയിലേക്ക് ദൈവം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓഫ് ബെസ്റ്റായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം. എല്ലാവരുടെ മുമ്പിൽ കാണിക്കണം, ഐ ആം ദ ബെസ്റ്റ്. അതിനാദ്യം മാറ്റേണ്ടത് നമ്മുടെ മൈൻഡാണ്, നമ്മുടെ മൈൻഡിലെ ചിന്തകളെയാണ്. അതാദ്യം മാറ്റുക. അത് മാറിക്കഴിഞ്ഞാൽ എല്ലാം മാറും. ഒരു നെഗറ്റീവ് വേർഡ്സ് പറയാൻ ശ്രമിക്കരുത്. വന്നാൽ തന്നെ അത് വിഴുങ്ങിക്കളയാം. ഇല്ലേനോ, ഞാൻ പറയില്ല. മാക്സിമം കൊള്ളൂല, ചീത്തയാണ്, വേണ്ട, ഇങ്ങനെ കുറ്റങ്ങൾ പറയാതിരിക്കുക. കുറ്റം നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കുക. നമ്മൾ ഏറ്റവും ബെസ്റ്റാണെന്ന് നമ്മളോട് പഠിപ്പിക്കുക. ഞാൻ ഏറ്റവും ബെസ്റ്റാണ്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് എല്ലാം ചെയ്യാൻ കഴിവുണ്ട്, ഞാൻ നേടുക തന്നെ ചെയ്യും. നമ്മളെ തന്നെ ഒരു വിശ്വാസം, നമ്മുടെ ഉള്ളിലെ സബ് കോൺഷ്യസ് മൈൻഡിനെ വിശ്വസിപ്പിക്കുക. ഞാനിതെല്ലാം നേടും, ഞാനൊരു പരാജിതയല്ല, ഞാൻ ഒരു പരാജിതനല്ല, എനിക്കെല്ലാം നേടാൻ സാധിക്കും എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ദൈവം കൊണ്ടുത്തരും. ഈ പ്രപഞ്ച ശക്തി നമുക്ക് കൊണ്ടുത്തരും. നന്ദിയാൽ ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക.
നന്ദി പറഞ്ഞുകൊള്ളുക. നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് സ്തുതിക്കുക. എപ്പോഴും നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു.